നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെയൊക്കെ ഭക്ഷണ രീതി എങ്ങനെയാണ് നമ്മുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദ ഗട്ട് ബ്രെയിൻ കണക്ഷൻ, ഹൗ ന്യൂട്രീഷൻ അഫക്ട്സ് യുവർ മെൻ്റൽ ഹെൽത്ത്. Did you know that your gut and brain are constantly communicating? That the food you eat does not just affect your body, it affects your mind too. നമ്മുടെ ഗട്ട്, മസ്തിഷ്കവും അതായത് നമ്മുടെ ബ്രെയിനും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മുടെ മനോഭാവത്തെയും മാനസിക ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ചില പഠനങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മുടെ ഈ ന്യൂറോ പാത്വേസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ചില ആളുകളൊക്കെ അവരുടെ ഭക്ഷണ രീതിയും കൂടി മാറണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശരിയായ പോഷകാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സെറട്ടോണിൻ, ഡോപ്പാമിൻ തുടങ്ങിയ ഫീൽ ഗുഡ് രാസവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും നമ്മുടെ മാനസിക ആരോഗ്യത്തിന് സഹായകരമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫീൽ ഗുഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള സെറട്ടോണിൻ്റെ 90% നമ്മുടെയൊക്കെ ഗട്ടിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു നേച്ചർ മൈക്രോബയോളജിയിൽ പ്രസിദ്ധീകരിച്ചിട്ട് ഒരു സ്റ്റഡീസ് ഇങ്ങനെയാണ് പറയുന്നത്, ഗട്ട് ബാക്ടീരിയയുടെ കമ്പോസിഷൻ നമ്മുടെ ഒരു ബ്രെയിൻ ആക്ടിവിറ്റീനെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്രത്തോളം നമുക്ക് അതിന് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു വയറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗട്ടിൻ്റെ ഹെൽത്ത് നോക്കുന്നതോടുകൂടി നമ്മുടെ ഒരു മൂഡിനെ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നോക്കാം. മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗട്ട്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്നത് ഗട്ട് മൈക്രോബയോമിനെയാണ്. അപ്പോൾ ഫൈബർ, പ്രോബയോട്ടിക്സ്, ഹോൾ ഫുഡ് പോലെയുള്ള നല്ല ഡയറ്റ് മെൻ്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ അതേപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ഷുഗർ ഫുൾ ഐറ്റംസ് എന്നിവയൊക്കെ മാത്രം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ തന്നെ വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ദർ ആർ മെനി സ്റ്റഡീസ് ഓൺ ഇൻഫ്ലമേഷൻ ആൻഡ് മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ ഈ വയറിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിൻ്റെ ബ്ലഡ് സ്ട്രീമിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് നമ്മുടെ ബ്രെയിനിൽ ഒരു ന്യൂറോ ഇൻഫ്ലമേഷൻ ആയിട്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിലേക്ക്, ആൻസൈറ്റിയും ഡിപ്രഷനും ഒക്കെ കാരണമാകുമെന്നുള്ളത് പഠനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഗട്ടിനെ ഹെൽത്തി ആക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ്, അതിന് പ്രോബയോട്ടിക് ഫുഡ് ആവാം, യോഗട്ട് അങ്ങനെയുള്ളത്, പ്രീബയോട്ടിക് ഫുഡ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഒമേഗ 3 റിസോഴ്സസ് ആയിട്ടുള്ള ഫാറ്റി ഫിഷ്, സാൽമൺ, വാൾനട്ട് അങ്ങനത്തെ ഉള്ള കുറച്ച് സീഡ്സ് ഒക്കെ കഴിക്കുന്നതും നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ, പ്രോബയോട്ടിക് റിച്ച് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രെസ്സ് വളരെ കുറവാവുകയും അതോടൊപ്പം തന്നെ ആൻസൈറ്റി കുറയുകയും ഡിപ്രഷൻ കുറയുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഡയറക്റ്റ്ലി നമ്മുടെ മൂഡിനെയും മാനസിക ആരോഗ്യത്തെയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞത് ഈ ഗട്ട് ബ്രെയിൻ ആക്സസ് എന്താണെന്നുള്ളതും, അപ്പോൾ ഇത് നമ്മുടെ ഒക്കെ ഗട്ട് ബ്രെയിനോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വളരെ മൈൻഡ്ഫുൾ ആവേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില സമയങ്ങളിൽ നമ്മൾ തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ വല്ലാതെ മാറും അല്ലേ. നമ്മുടെ ഈ ഗട്ട് നല്ല രീതിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് അന്നത്തെ രീതിയിൽ ആക്റ്റീവായിട്ട് കൊണ്ടു നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ഈ ഗട്ടെന്ന് വിളിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണെന്നുള്ളതാണ് പറയുന്നത്. ഗട്ടിന് കെയർ നൽകുമ്പോൾ നമ്മുടെയൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ ഗട്ട് ബിക്കോസ് ഇറ്റ് ഈസ് യുവർ സെക്കൻഡ് ബ്രെയിൻ. താങ്ക് യു.